ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് കുറേ നാളിന് ശേഷം ഒരു സിനിമ കണ്ടു, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അടിപൊളി പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിവിൻ മമിത ബൈജു ഇത്രയും നല്ലൊരു കോമ്പിനേഷനിൽ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും അടിപൊളി. നമ്മുടെ ഗിരീഷ് എടി ആ ചേട്ടൻ്റെയാണ് പടം. പുള്ളിയാണ് ഡയറക്ടർ. എന്താണേലും അതിനകത്ത് ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അമൽ ഡേവീസൊക്കെ നല്ല കിട്ടിലായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. എന്ത് രസമാണെന്നറിയോ, അവരുടെ ഓരോരോ സമയത്ത് ഓരോരോ കോമഡികൾ, ഓരോ ആക്ഷൻസൊക്കെ ഒരു പൊളി അടിപൊളി പടം. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് കാണാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളൊരു പടമല്ല. എനിക്കങ്ങനെ തോന്നി. കാരണം ഞങ്ങൾ വാഴ 2 കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാനും മോളും ചേട്ടനും കൂടെ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവർ കരയുന്ന സീനൊക്കെ വന്നപ്പോഴത്തേക്ക് മോളാകെ അലമ്പാക്കി. ലാസ്റ്റ് ഞാനും കുഞ്ഞും കൂടെ പുറത്തിറങ്ങി പോരുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു പടം അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഫുള്ളായിട്ടിരുന്ന് കാണാൻ പറ്റി. കാരണം അതിനകത്ത് കാണുന്ന ഓരോ ക്യാരക്ടേഴ്സും കോമഡി അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. 2.5 മണിക്കൂർ പോകുന്നത് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു പ്രത്യേക ഫീലായിരുന്നു ആ പടത്തിന്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. എന്തായാലും 3 ദിവസം ആയുള്ളൂ ഇറങ്ങിയിട്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക. അടിപൊളി കിട്ടില്ല പടം. ആർക്കും നഷ്ടമാവില്ല പോയി കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഫീലൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ ഫുള്ളായിരുന്നു. ഞങ്ങൾക്ക് ഇന്നലെ നോക്കി, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നത്തേക്ക് ഇങ്ങനെയോ കിട്ടി. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി ഫിലിമൊക്കെ കണ്ടു. അടിപൊളി പടം കേട്ടോ. നിവിൻ പോളിയുടെയൊക്കെ ഒരു അഭിനയം കാണണം. എൻ്റെ ദൈവമേ, എന്താ രസം! സത്യം പൊള്ളി, പറയാതിരിക്കാൻ വയ്യ. ചില സീൻസൊക്കെ കാണണം, ഇങ്ങനെ എന്താ വയറ്റിൽ നിന്നൊക്കെ ഗുളു 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 പോലെ വരും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും പോയി കണ്ടു നോക്ക്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ഒരു അവസരമാണല്ലോ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഓണമൊക്കെ ആയതുകൊണ്ടാവാം നല്ല തിരക്കായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.